നമസ്കാരം ഗൈസ്. രണ്ട് വിഷയങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ പറയാതെ വിചാരിച്ചു. ഒന്നാമത്തെ വിഷയം ഗോട്ട് എന്ന സിനിമ, രണ്ടാമത്തെ വിഷയം ഹേമ കമ്മീഷൻ. അപ്പോൾ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. ഗോട്ട് എന്ന സിനിമ. അപ്പോൾ ഗോട്ട് എന്ന പടത്തെ പറ്റി പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കട്ട വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് ഞാൻ പറയുന്നത് മറ്റേ ഈ പറയുന്ന പോലെ ഉണ്ണിക്കണ്ണനും പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ വിജയാണ് എന്നൊക്കെ അങ്ങനത്തെ ടൈപ്പ് സാധനമില്ലേ, അങ്ങനെ പോലത്തെ ടൈംസിനൊക്കെ ഈ പറയുന്ന സിനിമ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ഈ നോർമലായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ വിജയുടെ സിനിമകൾ അത്രത്തോളം ഇഷ്ടമല്ലാത്ത നോർമൽ ഓഡിയൻസ്, കട്ട വിജയ് ഫാൻസ് അല്ലാത്ത ഓഡിയൻസ്, അവർക്ക് ചിലപ്പോൾ ഈ സിനിമ അത്രത്തോളം വർക്കാവണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ലൈക്ക് ഒരു വലിയൊരു സ്റ്റാറിനെ കിട്ടിയിട്ട് ചെയ്ത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അല്ലേ, ഒരു വലിയ സ്റ്റാറിനെ കിട്ടിയിട്ട് ഇവരെന്താ വിചാരിക്കുന്ന ഒരു വലിയ നടനാണ്, അതുകൊണ്ട് ഈ പറയുന്ന പോലെ എന്ത് വേണേലും കണ്ടാലും ഹിറ്റായിക്കോളും, ഫാൻസുകാർ കണ്ടോളും എന്നൊക്കെ വിചാരിച്ചിടണോ? ഒരിക്കലും അല്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ എൻ്റെ പൊന്നു മോനെ പറയാതിരിക്കാൻ ഭേദം. കാര്യം എന്നടാ പണി വെച്ചിരിക്കെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് മ്യൂസിക്കാടേ? ലൈക്ക് മ്യൂസിക് പോട്ടെ, ബീജം എന്നെ കാണിച്ചു വെച്ചേക്കണേ. ഇതൊക്കെ കാണുമ്പോഴാണ് സത്യത്തിൽ അനിരുദ്ധൻ എന്ന് പറയുന്ന ആളെ നമ്മൾ ബഹുമാനിച്ചു പോകുന്നത്. മ്യൂസിക് ഞാൻ പറയുന്ന അത്രയും മോശമാണ് ടൈപ്പല്ല, പക്ഷേ ഒരു അനിരുദ്ധിൻ്റെ വലിയ സാധനമില്ല. അല്ലെങ്കിൽ യുവൻ ശങ്കർ രാജയുടെ മറ്റ് ചില സിനിമകളിലെ പാട്ടുകളൊക്കെ നയിച്ചായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു ലെവൽ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ബേസിക്കലി രണ്ട് പാട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് വിസിൽ പോഡ് എന്ന് പറയുന്ന പാട്ടും, പിന്നെ രണ്ടാമത് മറ്റേ ആ ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് നൈസായിരുന്നു. ആ രണ്ട് പാട്ടും കൊള്ളായിരുന്നു. സ്പാർക്ക് എന്ന് പറഞ്ഞ പാട്ട് ആ പ്ലേസ്മെൻറ്റ് തന്നെ കറക്റ്റാണോ എന്നുള്ളതൊന്ന് നമ്മൾ കണ്ടാന്ന് ആലോചിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പാട്ട് കുഞ്ഞോടെ നിന്ന സ്പാർക്ക്, എൻ്റെ അമ്മേ അതിൻ്റെ കോസ്റ്റ്യൂംസും പറയണ്ട. പിന്നെ ഡി ഏജിങ്, എൻ്റെ ആളിയ ഡി ഏജിങ് ഒന്നും പറയണ്ട. ഓഹ് എൻ്റെ അമ്മേ. ഇതിൽ അമൽ ഡേയ്സ് എന്ന് പറയുന്ന വിജയ് ഉണ്ടല്ലോ, ആ വിജയ് ഒരാളുണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ചെറുപ്പം കൂടി കാണിക്കുന്നുണ്ട്. ആ മോൻ വിജയ്, അച്ഛൻ വിജയ്, മോൻ വിജയുടെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അതിൽ VFX ഉണ്ട്, ഡി ഏജിങ് ചെയ്തിട്ട് ചെറുപ്പം കാണിച്ചു. എൻ്റെ ദൈവമേ, സ്നാപ്ചാറ്റ് വെച്ചിട്ടാണ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സത്യത്തിൽ. അതായത് ഇവർ സ്നാപ്ചാറ്റ് വെച്ചിട്ട് എന്തോ എടുത്തിട്ടുണ്ടാവും ക്യാമറക്ക് വരും. അതുപോലെ സ്നാപ്ചാറ്റ് ഫിൽറ്റർ വല്ലതും ആണേ, ഈ ബേബി ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടില്ല സ്നാപ്ചാറ്റിൽ, അതുപോലത്തെ ഫിൽറ്ററാ എന്തുവാണെന്ന് സത്യം പറഞ്ഞാൽ ഒരു അബോ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് സാധനം. നോട്ട് ജസ്റ്റ് ദ വേഴ്സ്റ്റ് ഫിലിം, ബട്ട് ഇറ്റ്സ് എ ബാഡ് ഫിലിം എന്ന് പറയാം. ഇറ്റ്സ് എൻ ആവറേജ് ഫിലിം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 മണിക്കൂർ ചുമ്മാ പോയി വിജയനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണാം. പക്ഷേ എനിക്ക് നല്ല ടൈറ്റിൽ കാർഡൊക്കെ നൈസാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ആ ഒരു സംഭവം വളരെ വർക്കായി. മറ്റേ ആ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്, ആ വിജിൽ ഓരോ ക്യാരക്ടേഴ്സ് വെച്ച്, അതിൻ്റെ അനിമേഷൻ നൈസായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സീനുണ്ട്, ഒരു മിഷിൻ്റെ സീൻ, അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ബാക്കിയൊക്കെ പിന്നെ വിജയുടെ ആക്ടിങ് അതും നൈസായിരുന്നു. പുള്ളി നൈസായിട്ട് 2 ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, അത് ഗംഭീരമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കണ്ടോ. മോശം സിനിമ എന്ന് പറയില്ല, പക്ഷേ കുഴപ്പമില്ല, അങ്ങനത്തെ ടൈപ്പ് സിനിമയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാമെന്ന് വെച്ചാൽ ഒരുപാട് വിഗ്രഹങ്ങൾ വീണുടഞ്ഞു എന്ന് പറയണം. മറ്റേ സൂര്യകീടം വീണുടഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരുപാട് വിഗ്രഹങ്ങൾ വീണുടഞ്ഞൊരു സംഭവമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിന് പകരമായി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ ഇന്ത്യൻ സിനിമയിൽ എന്താണ് ഇമേജ് എന്നുള്ളത് നമ്മൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഞാനാദ്യം വിചാരിച്ചാണ് ഇതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമില്ല എന്തിനാണ് ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം കേസി, ഇതിപ്പോൾ സിനിമാ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും നടക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ഫീൽഡ്, അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള അവകാശമില്ലേ? ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും അയാൾക്ക് അയാളുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള അവകാശമില്ലേ? ആ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി അവർ ചെല്ലുമ്പോൾ അവരോട് ഇതുപോലുള്ള സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെടുന്നതും കൺസെൻറ്റോട് കൂടി അല്ലാതെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നതും, ആ പെൺകുട്ടിയുടെ അടുത്ത് പവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമുണ്ട്, അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു ബലത്തിൽ ആ പെൺകുട്ടീനെ എന്താ പറയുക ഓവർ പവർ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റായ കാര്യം തന്നെയാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൺസെൻറ്റോട് കൂടിയിട്ടുള്ള ഏതൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും ഇറ്റ്സ് ഫൈൻ. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കൺസെൻറ്റോട് കൂടി സെക്സ് ചെയ്യുകയാണെങ്കിലും ഇറ്റ്സ് ഫൈൻ. അഫ്കോഴ്സ് പ്രായപൂർത്തിയായിരിക്കണം. പ്രായപൂർത്തിയാവാണ്ട് ഈ പറയുന്ന നിങ്ങൾ എന്ത് കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായപൂർത്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അതും കൺസെൻറ്റോട് കൂടി 2 പേരും പ്രായപൂർത്തിയാണെങ്കിൽ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു കുഴപ്പവുമില്ല. കൺസെൻ്റ് ആയിരിക്കണം. പിന്നെ ദേ ഷുഡ് ബി പ്രായപൂർത്തി. അതാണ് സംഭവം അതിനെപ്പറ്റി. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ മോശമായി കാണേണ്ട ഒരു കാര്യമല്ല.
പിന്നെ ഈ പറയുന്ന താരങ്ങൾ ആരാധിക്കുന്നതിനെ പറ്റി പല ആൾക്കാരും പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും ഒരാളെ ആവശ്യത്തിക്കുള്ള ആരാധിക്കേണ്ട കാര്യമില്ല. അല്ല, ആവശ്യത്തിക്കുള്ളിനെ ആരാധിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു ലിമിറ്റിൽ ആരാധിക്കുക. അവിടെ വർക്ക് കാണുക, നിങ്ങൾ ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് ആ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുക, അതോടെ തീരുക. ലൈക്ക് അതോടെ തീരണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട നടൻ്റെ അഭിനയത്തെ കണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ട് അവരുടെ അഭിനയത്തെ കഴിവിനെ പുകഴ്ത്തി കഴിയുന്നതോടുകൂടി തീരണം നിങ്ങളുടെ ആരാധന എന്നാണ് എൻ്റെ ഒരു ഫിലോസഫി. പിന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോൾസ് എലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് റിമ കലിംഗലിനെതിരെയും പിന്നെ ഈ പറഞ്ഞത് റിമ കലിംഗൽ ഫോൾസ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് തെളിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് മറ്റേ നീമ്പോളിക്കെതിരെ അത് ഏകദേശം ഫോൾസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പറയുന്ന കാര്യമല്ലേ വീണ്ടും പറയുന്നത്. അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ പെൺപിള്ളേർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു സംരക്ഷണ നിയമം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മറ്റൊരാളുടെ നെഞ്ചത്ത് കുതിരാനുള്ള ഒരു അവകാശമില്ല. മനസ്സിലായി? നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ശരി, സംരക്ഷണ നിയമം എടുത്ത് മാറ്റണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഈ പറഞ്ഞ ജെന്യുവിനായിട്ടുള്ള കേസസിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ പെൺകുട്ടികളെ ശത്രുവായിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. അതായത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ അല്ലേ ഈ ഗിമ്പിളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഷെയ്ക്ക് വരും, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പെൺകുട്ടിയുടെ ശത്രുവായിക്കൊണ്ടിരിക്കുക. കാരണം ഫോൾ കേസസ് വരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ജെന്യുവിൻ കേസസ് മുങ്ങിപ്പോകും. അത് ചെയ്യരുത് ഗൈസ്, എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടണം, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കൊക്കെ നീതി കിട്ടുക. മൂന്നാമത്തെ കാര്യം നല്ലൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം എല്ലാ കാര്യത്തിലും. പക്ഷേ നല്ലൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ, അല്ല മനസ്സിലായി? അതെനിക്ക് പറയാനുള്ളൂ. നല്ലൊരു വർക്ക് സ്പേസും ഉണ്ടാവുക, വർക്ക് ചെയ്യാൻ സാധിക്കുക എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു, ബൈ.